തുടക്കമാവട്ടെ, നല്ല ഐശ്വര്യത്തോടെ ഒരു ആരംഭമാവട്ടെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുവരാനും പുതിയ നല്ല നല്ല സിനിമകൾ മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ട് സാർ സ്റ്റാർട്ട് ചെയ്ത സാറിൻ്റെ വലിയൊരു ഞങ്ങളുടെ എല്ലാവരുടെയും നെടുന്തൂണായിട്ട് എൻ്റെ വലിയ രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സിനിമയെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെയധികം സപ്പോർട്ടോടു കൂടി സാറ് ഞങ്ങളെ താങ്ങായിട്ട് നിൽക്കാറുണ്ട്. അപ്പം ഇതാണ് ക്രിയേഷനെ കുറിച്ച്. അപ്പോൾ യൂത്ത് എക്സലൻസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മമ്മൂക്ക, ലാലേട്ടൻ എല്ലാവരും ഇപ്പോഴും യൂത്ത് തന്നെയാണ്. എങ്കിലും ഒരു പുതിയൊരു നമ്മുടെ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം തന്നെ സാറിനോട് ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റ് നടത്താം എന്ന് പറഞ്ഞ സമയത്ത് സാർ എന്നോട് ആദ്യം പറഞ്ഞത് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം, എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്ന് പറഞ്ഞ സമയത്ത് ഞാനായിട്ട് എൻ്റെ ബുദ്ധിക്ക് ഉദിച്ചൊരു സാധനമാണ് യൂത്ത് എക്സലൻസ് ഫിലിം അവാർഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു നമ്മുടെ ഇപ്പോൾ ഉള്ള തലമുറയിലെ യുവാക്കൾക്ക് അല്ല യുവതികൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകാം എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ഒരു പ്രചോദനം ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു യൂത്ത് എക്സലൻസ് ഫിലിം അവാർഡ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അത് ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൂര്യഭാരതി ക്രിയേഷൻ്റെ ബാനറിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവാർഡ് നൈറ്റ് ഞങ്ങൾ നടത്തുന്നത്. ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാ വർഷവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഫിലിം എക്സലൻസ് അവാർഡിൻ്റെ വരും ഏതൊക്കെ അവാർഡുകളാണ് കൊടുക്കുന്നത്, ഏത് കാറ്റഗറികളാണ് എന്നൊക്കെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചത്. ഡിഗ്രിയിൽ നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്ഥലം വരുന്നത് അവാർഡ് ഈ വരുന്ന മെയ് 23 ശനിയാഴ്ച 5:30 മുതൽ 10:30 വരെയാണ് ടൈം വരുന്നത്. സ്ഥലം വരുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, തൃശ്ശൂർ, വെള്ളാനിക്കൽ. ഇതാണ് നമ്മുടെ പ്ലേസ്. അവിടെ 7500ഓളം ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫുകളും എല്ലാവരും 7500 ഓഡിയൻസ് അത് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള പ്ലേസ് ആയിരിക്കും. അതുപോലെ തന്നെ 50ഓളം സെലിബ്രിറ്റികൾ വരുന്നുണ്ട്. പിന്നെ മെയിൻ ഗസ്റ്റായിട്ട് നമ്മുടെ തെന്നിന്ത്യൻ നായിക കാജൽ അഗർവാളാണ് വരുന്നത്. അതിനോടൊപ്പം ഒരുപാട് ആശാ ശരത്ത്, നമുക്കെല്ലാവർക്കും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന എല്ലാവരുടെയും റാണിയുടെ ഡാൻസ് പെർഫോമൻസും അന്നുണ്ടാവും. അന്ന് ഡാൻസാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ആ സ്റ്റേജി ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു വലിയൊരു കൾച്ചറൽ പ്രോഗ്രാമോട് കൂടിയിട്ടുള്ള ഒരു നൈറ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടി സൂര്യഭാരതി അന്ന് ഒരുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് സൂര്യഭാരതി ഈ വർഷം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 3 സ്പെഷ്യൽ ജൂറി അവാർഡുകൾ. അപ്പം അവാർഡ് കാറ്റഗറിയിൽ വരുന്നത് മികച്ച ചലച്ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച നടൻ, മികച്ച നടി, ജനപ്രിയ നായകൻ, ജനപ്രിയ നായിക, മികച്ച ഹാസ്യ നടൻ, മികച്ച ഛായാഗ്രഹണം, മികച്ച എഡിറ്റർ, മികച്ച സംഗീത സംവിധായകൻ, മികച്ച പുതുമുഖം. ഇതാണ് നമ്മുടെ അവാർഡ് ഈ വർഷം നമ്മൾ കൊടുക്കുന്നത്. ഇതിനോടൊപ്പം സ്പെഷ്യൽ ജൂറി അവാർഡുകളാണ് നൽകുന്നത്. അപ്പോൾ ഇത് എല്ലാ വർഷവും നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ശരിക്കും സാറിന് അത്യാവശ്യമായിട്ട് പോകേണ്ട ആ പോകുന്നതിൽ തന്നെ ഞങ്ങൾക്ക് നന്നായിട്ടൊരു വിഷമമുണ്ട്. അതിപ്പോൾ സാറ് പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾക്ക് നല്ലൊരു എനർജി ഒന്ന് നഷ്ടപ്പെട്ടു, ആ ഒരു ഫീലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും മാധ്യമപ്രവർത്തകരൊക്കെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു മനുഷ്യന് 10ഉം 25ഉം പ്രൊജക്റ്റുകൾ ഞങ്ങളൊക്കെ വെറും നടത്തിപ്പുകാർ മാത്രമായിട്ട് ആ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങൾ നീക്കുമ്പോൾ